എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിലെത്തിയനെ. അമേരിക്കയിലല്ലടാ, നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും. ഡിഗ്രി എടുത്ത് എത്ര വർഷം കൊണ്ടാ? 1 2 അല്ല, 6 വർഷം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പെട്ടിയൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി. നിന്നെ കൊണ്ട് അതേ പറ്റൂ. അമേരിക്കയിൽ പോകണം പോലും. മോളെ അതൊക്കെ എടുത്ത് മറക്കാതെ ആത്തുപോയി. അച്ഛൻ ഇത് എന്താ അച്ഛാ? അവനൊരു തമാശ പറഞ്ഞല്ലേ, നിങ്ങൾ എന്തിനാ അതേ കയറി പിടിച്ചേ? നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം. ഓ, അമ്മ പറഞ്ഞ ശരിയല്ലേ? പാവം ചേട്ടൻ. സമയായി ഇറങ്ങണ്ടേ? ഇങ്ങോട്ടാ. ഹലോ, സമയായി ഇറങ്ങണ്ടേ? ഇതുവരെ വിട്ടില്ലേ ബിനുവേട്ടാ? അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ ബിനുവേട്ടന്? വാ. ഞാൻ വരുന്നില്ല. എന്നാ റെസ്റ്റ് എടുക്ക, ഞങ്ങൾ ഇറങ്ങട്ടെ. എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരിക്കും ചേട്ടനെ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ താൻ മാത്രം പറഞ്ഞാൽ മതിയോ? പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോ? കമ്പനി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് അവർ പേരെ കണ്ടുപിടിച്ചത് അറിയോ? തനിക്ക് ഇനി ചരിത്രം അറിയണോ? 2ാം ലോക മഹായുദ്ധം അന്ന് ഹിറ്റ്ലർ ചത്തു. അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേന ഉണ്ടാ? പാർക്കറും ഉണ്ട്. അതും ആ പേന അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ആരോടാ ഈ തർക്കിക്കണേ? അതും ഒരു തഹസിൽദാരായിരുന്നേ എന്നോട്. പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ കാട്ടിയും വലുത്. മനസ്സിലായ? ആ ശരി. പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എന്ത്? പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന്? പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം? ഷീഫറാണെന്ന് പറഞ്ഞാൽ അച്ഛനെന്താ പ്രശ്നം? അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെയെങ്കിലും വല്ല മത്സരം നടന്നിട്ടുണ്ടോ? അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന്? ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. തഹസിൽദാരായിരുന്നടാ, മനസ്സിലായ? അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ? അത് കൊള്ളാം. അത് കൊള്ളാം, കൊള്ളാം. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. അല്ലേ? എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു. ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ? കൊള്ളാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം.
അച്ഛനും അമ്മയും മക്കളെ സ്നേഹിച്ചെന്ന്. 3 മാസം എൻ്റെ ഷെബിമോനകത്ത് കടന്നത്. അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിനക്ക് എന്തറിയടാ? 3 മാസം 3 മാസം വെറും 3 മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? കൊള്ളാം, ടീച്ചറും കൊള്ളാം, തഹസീൽദാരും കൊള്ളാം. മകൻ വെന്തളിഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ? കൊള്ളാം കൊള്ളാം. എന്നാലും അതെങ്ങനെ സാധിച്ചു? അന്നവന് നല്ല പവറായിരുന്നില്ലേ? ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ, എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എനിക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറും. വേണോ ചാ? അമ്മയ്ക്ക് ശരി ചാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. സാറേ, അതെ, ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേട്ടാ, എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക്? ഒന്ന് ശ്രദ്ധിച്ചേക്കണെങ്കിലേ. ആ മോനെ. ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ടേ? സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്രേ. അത് നല്ലതാ. ഏതായാലും താൻ ഇവിടുന്ന് പോകില്ല എന്നുള്ള തൻ്റെ തീരുമാനം മാറ്റിയല്ലോ. മരിച്ചിട്ടാവും നമ്മളൊക്കെ പിരിയാന്ന് പറഞ്ഞത് വെറുതെ ആയി അല്ല ദാസ? അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ. പക്ഷെ ഫ്ലാറ്റിലായതുകൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല. അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വൻ ടൈറ്റാണ്. മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ലേ അങ്ങോട്ട്. സാരമില്ല, ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി അങ്ങളെ. ശരി കയറാച്ചാ. അമ്മ താൻ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ? അവൻ മിടുക്കനാ. അവൻ്റെ ഒരു ഉത്തരവാദിത്തം കണ്ടില്ലേ? നല്ല പയ്യനാവൻ. അച്ഛാ ശരി ശരി. ആ ശരി. ബെൽറ്റ് ഇടണേ അച്ഛാ. ശരി അങ്ങളെ. ശരി, ഓക്കെ. ആ പോവാം. ദാസിൻ്റെ ഒരു ഭാഗ്യം. ബിരിയാണി പോലൊരു ചക്കരുണ്ടായിരുന്നു. മിട്ടുമിട്ടില്ല.
സൂപ്പർ ഫ്ലാറ്റ്. പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ മടിക്കല്ലേ, ഞാൻ ഓടി വരും. അത് പിന്നെ നിനക്കവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ, ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂരം അങ്ങ് ഓടി എത്തുക എന്നൊക്കെ പറഞ്ഞു. ഏയ് സാരല്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിക്കാം അല്ലേ. ആ നീ എന്തായാലും ചോദിച്ചല്ലോ. സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. എടാ എങ്ങനെ പോകുന്നു ഫിനോയിലൊക്കെ? നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ സാമാന്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ആ അടിപൊളി. നീ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ, വിളിക്കണം. ആ വിളിക്കാം. അപ്പോൾ എന്നാ അമ്മേച്ചാ പോയിട്ട് വരാം. ശരി. ശരിടാ. നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമ്മേ. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ.